അപ്പോൾ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെഡ്സ് ഇതിനെക്കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി സ്ട്രെങ്തിനെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ വെൽ പെർഫോം ചെയ്യുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ കോമ്പറ്റീറ്റീവ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്കിൽഡ് ആയിട്ടുള്ള നോളജ്, നമ്മളുടെ സ്റ്റാഫിൻ്റെ നോളജ്, സ്റ്റാഫിൻ്റെ സ്കില്ല്, USP, ഇതെല്ലാം നമ്മുടെ വാല്യൂ, ഇതെല്ലാം നമുക്ക് സ്ട്രെങ്ത് ആണെന്ന് പറയാം. എന്നാൽ വീക്ക് പോയിൻ്റ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പറ്റീറ്റീവ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാക്കായിട്ടുള്ള റിസോഴ്സസുകൾ വരും. അപ്പോൾ ആ ലാക്കായിട്ടുള്ള റിസോഴ്സസുകൾ, ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ അൺക്ലിയർ ആയിട്ടുള്ള USPs ഇതെല്ലാം നമുക്ക് വീക്ക്നെസ് ആണെന്ന് പറയാം. നമ്മുടെ മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റീവ്സിൻ്റെ വീക്ക്നെസ് എങ്ങനെ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റാം, അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്തിനെ എങ്ങനെ ഓപ്പർച്യൂണിറ്റിയാക്കി മാറ്റാം, ഇതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഫ്യൂച്ചറിൽ ഹാം ചെയ്യാൻ പോകുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റീവ്സിൻ്റെ നെക്സ്റ്റ് മൂവ് എന്താണ്, ഇതാണ് നമുക്ക് ത്രെഡ്സ് എന്ന് പറയാൻ പറ്റും.